ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ടി കാണാൻ നമ്മൾ പുതിയ വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പോൾ വോയിസിൻ്റെ ക്വാളിറ്റി കുറവാണ്, കാരണം എനിക്ക് നല്ല പനിയുണ്ട്. അതൊക്കെ നമ്മളൊരു ബെറ്റർ VR മാച്ചാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. ഓക്കെ, എന്താണ് അവിടെ സങ്കട്ടൻ? അപ്പോൾ നമ്മുടെ മാച്ച് ഇവിടെ ലോഡായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ബെർമുഡ മാപ്പ് ലോഡായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഷിപ്പ് യാർഡിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഷിപ്പ് യാർഡിൽ ഇറങ്ങുമ്പോൾ ആണെങ്കിൽ അടുത്ത എനിമിയൊന്നുമില്ല. ഇപ്പോൾ അവിടെ പ്ലാന്റേഷനിലും ന്യൂറോക്ക് ഡാമിലും 2-3 എനിമിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 2-3 എനിമിയും കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ പാരഡോക്സ് ഇവൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് മുന്നിൽ നോക്കുമ്പോൾ FF കോയിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്നത് ഒരു യെല്ലോ, ഒരു വയലറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. ഒരെണ്ണം ക്ലെയിം ചെയ്തിട്ടുണ്ട്. എത്രണ്ണെന്ന് അറിയില്ല. മാപ്പിൽ 2.5 മണി കാണിക്കുന്നുണ്ട്. നമ്മൾ ക്ലെയിം ചെയ്ത് എന്താ സംഭവിക്കുന്നത് നോക്കണം. എന്നാണെന്ന് അറിയത്തില്ല, നോക്കണം. ഓക്കെ, നമുക്ക് കയറി വേണം. ഒരു ഒരു സൈറ്റും കിട്ടിയിരുന്നത് ചിന്ന കാണിക്കാതെ ഞാനാണ് ആണെങ്കിൽ അതേ ഒരെണ്ണം ഞാനാണ് നമ്മുടെ കണ്ടെയ്നർ ഭാഗത്ത്. അപ്പോൾ ഒരു കോയിൻ്റെ പർപ്പിൾ വയലറ്റ് ആ കളറുള്ള ഒരു കോയിനും കൂടെ കണ്ട് FF കോയിൻ കൊണ്ട് നമ്മൾ ചെയ്യുന്നപ്പോൾ നമ്മുടെ ഒരു നീല സാധനമൊക്കെ തീരുണ്ട്. ആ നീല സാധനം എന്നാന്ന് നോക്കിയപ്പോഴാണ് ആർമർ പ്രസൻറ്റേഷൻ എന്താണ് കണ്ടത്. പിന്നെ നമുക്ക് അങ്ങോട്ട് ഒരു കണ്ടെയ്നർ അത് കയറി. ഇപ്പോൾ AK-47 കീഴിലുണ്ടായിരുന്നു. പിന്നെ അപ്പുറം കണ്ടെയ്നർ തൊട്ട് അപ്പുറം കണ്ടെയ്നറിൻ്റെ ബാഗ് ലെവൽ 3 ഉണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ ഒരു ബ്ലൂ സാധനമില്ലേ, മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്, അതിലൊരു എടുത്തിട്ട് നമ്മൾ കയറി മഞ്ഞ സ്ഥലത്ത് ക്രെയിനിൻ്റെ സൈഡിലോട്ട് പോയി നോക്കിയപ്പോൾ കുറച്ച് കോയിൻ കിടപ്പുണ്ട്. കോയിനും എടുത്തിട്ട് EP ഓടരുതെന്ന് വെച്ചിട്ട് ആ പച്ച സാധനം അങ്ങ് വെടിവെച്ച് പൊട്ടിച്ചിട്ട് EP എടുത്തിട്ട് വെച്ച് അതൊന്ന് വെടിവെച്ച് പൊട്ടിച്ചപ്പോൾ EP രസിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചുമ്മാ നിന്നപ്പോൾ ആണെങ്കിൽ ആ സ്മോക്കിൻ്റെ ആ സാധനം ഒന്ന് പൊടിച്ച് എടുത്ത് ഇനിമി വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്കങ്ങ് അറിയാമല്ലോ. ഓക്കെ, പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിച്ച് അപ്പോൾ സ്മോക്കൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത് ഇനിമി വരുവാണെങ്കിൽ അവനങ്ങോട്ട് റഷ് ചെയ്തിട്ട് ഞാൻ കരുതി. ഇപ്പോഴാണ് നമ്മുടെ ഔട്ടർ വേൾഡ് നിന്നിട്ടുണ്ട്. ഇനിയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൈനസ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്കൊരു MP5 1 കിട്ടിയിട്ടുണ്ട്. അടുത്ത് സൂപ്പർമെൻറ്റും കിടപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ അത് പിങ്ക് അവർ കാണിക്കുന്നതാണ്. നോക്കിയപ്പോഴാണ് ഇവിടെ ഗ്ലൂ വാളിൻ്റെ എന്തോ സംഭവമാണ്, എനിക്കറിയില്ല, ഇതറിയില്ല. ഓക്കെ, കണ്ടെയ്നർ പാർക്കോർ ചെയ്ത് നടുന്നത്. ഓക്കെ, ഇവിടെ ഒരു റിപ്പയർ കിറ്റും കിടപ്പുണ്ടായിരുന്നു. റിപ്പയർ കിറ്റ് എടുത്തിട്ട് നമ്മൾ ആ സ്റ്റോറില്ലേ, നമ്മളിപ്പോൾ 1400 കോയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്റ്റോറിന് എടുത്തിട്ട് പോവുകയാണ്. നമ്മൾ കുറച്ച് ഇമോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഇമോട്ടൊക്കെ ഇട്ട് പോകാനൊക്കെ സ്റ്റോർ എടുത്ത് പോയിട്ട് നമ്മളൊരു നോക്കുകയാണെങ്കിൽ ഒരു ഫോറൻസ്കോപ്പും മേടിച്ചിട്ട് അസോക്കിയും ഫോറൻസ്കോപ്പും കൂടെ മേടിച്ചിട്ട് പോകാമെന്നായിരുന്നു കരുതിയത്. ഫോറൻസ്കോപ്പും കുറച്ച് SMG ആമയും വേണം, കുറച്ച് SMG AR ആമയും കൂടെ വേണം. എന്നാലേ ശരിയാകത്തുള്ളൂ. ഓക്കെ, എന്നാൽ ആമ കുറവാണ്, ARനൊക്കെ ആമ കുറവാണ്. SMGക്ക് ആമ സൂപ്പർമെഡ് ഫ്രീ ആയിട്ട് കിട്ടിയ SMGയുടെ ആമയും മേടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ നമ്മളിവിടെ അടുത്ത ആഴ്ചയിൽ നോക്കിയപ്പോൾ നമ്മുടെ ശക്തിയുടെ താഴെ കാട്ടിലിസിയുടെ തൊട്ട് മേളിലുള്ള ആ സൈഡിലായിട്ട് ഒരു ആഴ്ചകളുണ്ട്. അവിടെ പോകാനാണ് അത് പ്ലാൻ ചെയ്തത്. ഒരു വണ്ടി എടുത്ത് പോകാനായിരുന്നു. ഇവിടെ കുറച്ച് മാക്ടൺ. ഓക്കെ, ഇവിടെ കുറച്ച് SMG ആമ കിടപ്പുണ്ടായിരുന്നു. SMG ആമ എടുത്ത് അവിടെ കുറച്ച് AR ആമയും നമ്മൾ എടുത്തിട്ട് ഒരു വണ്ടി തപ്പി പോവുകയാണ്. അപ്പോൾ വണ്ടിയാണെങ്കിൽ നമ്മുടെ മാപ്പിലടുത്ത കാർ ഷെഡ് ഇല്ലയോ, കാർ ഷെഡ് ആ സൈഡിൽ കാണുന്നത്, ആ കാർ ഷെഡിലുണ്ടെന്ന കാർ ഷെഡാണ് എന്തോ ഒരു ബിൽഡിങ്ങിനകത്തൊരു വണ്ടി ഉണ്ടെന്ന് എന്താ നോക്കിയപ്പോൾ മറ്റേ നമ്മുടെ വെള്ളത്തിൽ നീന്താൻ പറ്റുന്ന വണ്ടി അതായിരുന്നു. പിന്നെ ഈ ക്രേറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് റിപ്പയർ കിറ്റ് 3 ഇൻഹേലർ അങ്ങോട്ട് വെച്ച് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറം കുറച്ച് FF കോയിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്തിട്ടപ്പോൾ നമ്മൾ 500 കോയിനായിട്ടുണ്ട്. 500 കോയിനായിട്ട് അതിനെ ഒരു വണ്ടി തപ്പി പോയപ്പോൾ അവിടെ ഒരു ജീപ്പ് എടുക്കുന്നുണ്ട്. ആ ജീപ്പ് എടുത്ത് പോകാമെന്ന് കരുതിയിട്ട് ആ ജീപ്പിലോട്ട് പോകുന്ന നേരം അടുത്തൊരു എനിമിയുടെ ഒരു മാപ്പിൽ കാണിച്ചായിരുന്നു. അല്ല, സോറി, മാപ്പിൽ കാണിച്ചായിരുന്നു. അതിന് മുമ്പ് നമുക്ക് ഇവിടെ FF കോയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ പർപ്പിൾ തന്നെ അല്ലേ, ഞാൻ വീണ്ടും നോക്കിയിട്ടുള്ള അതാണ് മാപ്പിൽ എനിമി കളിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ അവിടെ സ്മോക്കൊക്കെ പോയി കിടക്കുന്നത്. ഞാൻ അവിടെ ഒന്നും മൈൻഡ് ചെയ്തില്ല, ഞാനങ്ങ് പോകുമായിരുന്നു. ഞാൻ ആ വഴി കൂടെ ഫൈറ്റ് എടുക്കണ്ട അങ്ങ് ആൻസറിൽ പോയിട്ട് അവിടെ സൈഡിൽ കൂടെ എനിമി. ഞാൻ വെറുതെ വിട്ടില്ല, ഞാൻ വണ്ടി എടുത്ത് ഇടിച്ച്. ഇപ്പോൾ 172 ഡാമേജ് കിട്ടി. അവനെ MP5 എടുത്ത് അടിക്കാൻ നോക്കിയപ്പോൾ ഗ്ലൂ വാൾ വിട്ട്. അപ്പോൾ ഞാൻ അടുത്ത് ഫൈറ്റ് എടുക്കണ്ട, നേരെ അങ്ങ് വണ്ടി എടുത്ത് അങ്ങ് പോകാമെന്ന് കരുതി.
അവൻ്റെ ഗ്ലൂവാള അവൻ്റെ പൊട്ടിച്ചിട്ട് അപ്പോൾ ഇനിമിയെ കണ്ടില്ല, അവനെ കണ്ടില്ല, അവൻ അതിൻ്റെ അകത്ത് നിൽപ്പിടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചുമില്ല, അത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടുത്തെ ആഴ്സണൽ ഓപ്പൺ ചെയ്യുമ്പോൾ പോവാണ്. ഓക്കെ, ആഴ്സണൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ആഴ്സണലിൻ്റെ അടുത്ത് ഇനിമിയൊന്നും കാണാനില്ല. ഇനിമിയൊന്നും ഇല്ലാതെ എത്തി ഞാൻ നമ്മുടെ ആഴ്സണൽ എടുത്തിട്ട് പോയി നമ്മൾ ലൂട്ടാൻ കയറിയപ്പോൾ ബൈക്കിലെടുത്താൻ വരുന്നുണ്ട്. ബൈക്കിലെടുത്താൻ ഇവിടുന്ന് വിട്ടടിച്ച് വരുന്നുണ്ട് ഗൈസ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടുന്ന് കയറിയപ്പോൾ ഇവിടെ ലൂട്ട് കിട്ടിയത് നമ്മുടെ M10 2 ഉണ്ടായിരുന്നു. നമ്മുടെ M413 കിട്ടിയത്. പിന്നെ പ്ലാസ്മ എക്സ് പിന്നെ പറയാനുണ്ടോ, പ്ലാസ്മ എക്സിൻ്റെ കിട്ടിയ എന്നെ പോളി ഗെയിം പ്ലേ രീതി. പിന്നെ M10 മാറ്റിയിട്ട് M10 2 എടുത്ത് അതിൻ്റെ ആമോ ഇല്ലായിരുന്നു, പിന്നെ ബാഗ് സ്പേസും ഇല്ല. അതാണെങ്കിൽ ആ ബാഗിൽ ARMയും SMG ആവാൻ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ആ M10 ആമയും എടുത്ത് പിന്നെ അതിൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കയറി ഒരുത്തം അത് ബൈക്കിൽ പറന്ന് നടക്കുന്നു. അവന് ഞാൻ പ്ലാസ്മ അടിച്ച് അത്യാവശ്യം നല്ല ഡാമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവനെ പറയുക 19 പിന്നെയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചാകുന്നില്ല. അത് എന്ത് ജീവിതമാണ് നോക്കുമ്പോൾ. ഞാൻ അപ്പോൾ വണ്ടി എടുത്തോണ്ട് അവൻ്റെ അടുത്തോട്ട് ചെല്ലാന്ന് കരുതി. വണ്ടി എടുത്തോണ്ട് ആ ഗ്ലൂവാളൊക്കെ പൊട്ടിച്ചപ്പോൾ എനിക്ക് നല്ല ഹിറ്റ് തന്നു. അവൻ്റെ നല്ല ഹിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വണ്ടി എടുത്ത് സൈഡിലോട്ടങ്ങ് പാർക്ക് ചെയ്ത് പകലടെ നിർത്തി. പിന്നെ തന്നെ HP ഒക്കെ നമ്മുടെ ലിയോൺ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് HP ഒക്കെ ഉള്ളതുകൊണ്ട് എന്നിട്ട് എന്താ പയ്യെ നോക്കിയപ്പോഴത്തേക്കും അവനവിടെ ഗ്ലൂവാളിൻ്റെ അകത്ത് ക്യാമ്പ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ അവനെ പ്ലാസ് വെച്ച് വീണ്ടും ഹിറ്റൊക്കെ കൊടുത്ത് അപ്പോഴത്തേക്കും ഗ്ലൂവാളിട്ട്. അപ്പോൾ ഞാൻ ഗ്ലൂവാളിട്ട് അവന് എനിക്കൊരു അടി തന്നതൊക്കെ. അപ്പോൾ ഞാൻ ഗ്ലൂവാൾ എടുത്തിട്ട് അവൻ്റെ അടുത്ത് റഷ് ചെയ്ത് കയറുകയാണ്. റഷ് ചെയ്ത് കയറിയപ്പോൾ അവൻ്റെ ഒരു ഗ്ലൂവാൾ ഗ്ലൂ ഫിൽട്ടർ എടുത്തു. അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് കേട്ടത് അവൻ്റെ സൈഡിൽ അവനെ നമ്മളെ ഞെക്കിപ്പിടിച്ച് അവനെ എംബിപ്പിടി അവനെ ഞെക്കിപ്പിടിച്ച് നമ്മളൊരു കില്ലെടുത്തിട്ടുണ്ട്. അവൻ്റെ അത്യാവശ്യം നല്ല ലൂട്ടൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ അവൻ്റെ കുറച്ച് ഫ്ലാറ്റസ് ഡ്രാഗൺ ബ്രീസൊക്കെ എടുത്തിട്ട് ഞാൻ പിരിച്ചു പോന്നു. വണ്ടി എടുത്ത് പോകാമെന്ന് പീക്കിലോട്ട് പോകാമെന്ന് കരുതി ഞാൻ തിരിച്ചു പോയി. പിന്നെ പുറത്തേക്ക് നല്ല ഇടി. അപ്പോൾ ഞാനൊരു ഗ്ലൂവാൾ എടുത്തിട്ട് അവിടെ ഇട്ടിട്ട് നോക്കിയപ്പോൾ പിന്നെ അവിടെ എനിമി അങ്ങോട്ട് നടക്കുന്നുണ്ട്. അവിടെ എനിമി നടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് മെഡൊക്കെ അടിച്ച് ഹീൽ ചെയ്തിട്ട് ഞാൻ നോക്കി അവനെ ഗ്ലൂവാൾ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് കയറാമെന്ന് കരുതി. അവൻ്റെ പറയുന്നത് അവനെ അടിക്കത്തില്ല, ഗ്ലൂവാളിട്ടൊക്കെ കയറി. പിന്നെ ഞാൻ നോക്കുമ്പോൾ അവനെ കാണാനില്ല ഗൈസ്. നടന്നു പോകുന്നുണ്ട് അവിടെ നടന്നു. ഞാനത് വല്ല മൊയ്യാലോ വല്ലായിരിക്കും, ഉള്ള എബിലിറ്റി വല്ലായിരിക്കും ഞാനത്. പിന്നെ നോക്കിയപ്പോൾ എഴുതല്ലേ അവനായിരിക്കും. ഒരു സരി നടന്നു പോകുന്നുണ്ടായിരുന്നു നിങ്ങൾ. ഇല്ല, അവിടെ വീഡിയോ മാർക്ക് ചെയ്ത് കാണിച്ചു, എഡിറ്റ് ചെയ്ത് ഇടയ്ക്ക് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, എൻ്റെ ഇങ്ങോട്ട് ഗ്രനേഡൊക്കെ എടുത്തെറിയുന്നുണ്ട്. എന്തിനാന്ന് അറിയത്തില്ല. അവിടെ നിന്ന് എറിഞ്ഞവിടെ കിട്ടത്തില്ല. പക്ഷെ അത് അവന് അറിയാം. പക്ഷേ എൻ്റെ ഈ ഡ്രാഗൺ ബ്രീസ് ഉണ്ട്, അവിടെ പിന്നെ കുഴപ്പമില്ല, അവന് നല്ല ഡാമേജ് കിട്ടിക്കോളും. അപ്പം ഞാനത് അനുസരിച്ച് തന്നെ ഗ്ലൂവാൾ എടുത്ത് ഞാൻ റഷ് ചെയ്ത് കയറിയപ്പോൾ എനിക്ക് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എന്നെ അടിക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ തൊട്ടടുത്ത് പോയിട്ട് അവനിക്ക് എന്തിനാ പോയി ഗ്ലൂസ് ഫിൽട്ടറൊക്കെ എടുത്ത് തരുന്നുണ്ട്. ഞാൻ ഡ്രാഗൺ ഫിൽട്ടർ എടുത്തിട്ട് 39 ഓക്കെ നല്ല ഡാമേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ടും ചാകുന്നില്ല ഗൈസ്. ഞാനിട്ട് എന്താണ് ചാകാത്ത നോക്കുമ്പോൾ അവനെ സൈഡിൽ നിന്ന് ഹിറ്റ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഗ്ലൂവാൾ ഇട്ടിട്ട് ഞാൻ ഹീൽ ചെയ്ത് എന്നിട്ട് ഞാൻ അത്യാവശ്യം നല്ല ഡാമേജ് കൊടുത്ത്. എന്നിട്ട് അവൻ ചാകുന്നില്ല. പക്ഷേ ഞാൻ തോന്നിക്കൊണ്ടിട്ട് ചെത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.